ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ബാനസവാടിയിലെ ITCയിലേക്കുള്ള എൻ്റെ അവസാനത്തെ യാത്രയാണ് ഇന്ന്. ബാനസവാടിയിലെ ITCയിലാണ് കേട്ടോ എൻ്റെ ഓഫീസ് വരുന്നത്. അപ്പം ഇന്നായിരുന്നു അവിടുത്തെ അവസാനത്തെ ഡേ. ഞാൻ എൻ്റെ ലാപ്പും ബാക്കി ആക്സസറീസൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് വേറൊരു ഓഫീസിലാണ്. ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ ഈ ഓഫീസിനോടും ഈ നാടിനോടൊക്കെ വിട പറയാൻ പോവല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിവിടെ മിസ് ചെയ്യാൻ പോകുന്ന ഒരാളുണ്ട്, നിർലിപ്ത ബെഹ്റ. ഞാൻ ആളെ എന്നാണ് വിളിക്കാറ്. ആളെ കൂടെയാണ് ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകുന്നതും ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നതും. ആളെനിക്കൊരു മെൻറ്റർ, ഒരു ചേച്ചി, ഒരമ്മ, അങ്ങനെ എല്ലാം ആയിരുന്നെന്ന് പറയാം. കാരണം എന്നെ അത്രമാത്രം ആൾ കെയർ ചെയ്യായിരുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. എനിക്ക് എന്ത് ഒപ്പീനിയൻ, ഒരു ഡിസിഷൻ എടുക്കണമെങ്കിലൊക്കെ എനിക്ക് ആൾ ഭയങ്കര ഹെൽപ്പായിരുന്നു. എല്ലാത്തിനും കട്ടയ്ക്ക് എൻ്റെ കൂടെ നിൽക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഈ ഭാഷയോ സംസ്ഥാനമോ സ്ഥലമോ ഒന്നും ഒരു വിഷയമായിരുന്നില്ല. അതിനപ്പുറമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോരാനായപ്പോഴത്തേക്ക് എനിക്ക് വേറൊരാളെ കൂടി കിട്ടിയിരുന്നു കേട്ടോ, ആര്യ. അപ്പം ഇന്ന് ഞാൻ ആര്യൻ്റെ കൂടെ ഇതിൽ താഴെ കൂടിയൊക്കെ കുറേ നേരം നടന്നു. പിന്നെ നെറിൻ്റെ കൂടെയും കുറേ നേരം സ്പെൻഡ് ചെയ്തു. നെറും ഫ്രണ്ട്സൊക്കെ കൂടി ഒരു പാസ്ട്രി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞേരം എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. ശരിക്കും എനിക്ക് റിസൈൻ ചെയ്യാന്നുള്ള ഡിസിഷൻ എടുത്തപ്പോൾ വലിയ രീതിക്ക് അങ്ങനെ ഫീലിങ്സൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴാണ് ശരിക്കും അത് ടച്ച് ചെയ്ത് തുടങ്ങിയത്. ലാസ്റ്റത്തെ ലോഗിനും ഈ ഷട്ട് ഡൗൺ ചെയ്യുന്ന മൊമെൻ്റൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. നാളെ എനിക്ക് വർക്കൊന്നുമില്ല, ഡയറക്റ്റ് ഇതൊക്കെ ലാപ്പൊക്കെ ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ ഓഫീസും എൻ്റെ ഇപ്പോഴത്തെ TLും ഇവിടുത്തെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും മിസ് ചെയ്യും. കുറച്ച് നാളായിട്ട് സെയിം റുട്ടീനായിരുന്നു ലൈഫിൽ. ഡെയിലി ഓഫീസിൽ വരുന്നു, രാവിലെ വരുന്നു, വൈകുന്നേരം വരെ എന്തൊക്കെയോ ചെയ്യുന്നു, വൈകുന്നേരം തിരിച്ചു പോകുന്നു. റൂമിലെത്തിയാലും ചിലപ്പം പെൻഡിങ് വർക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിരിക്കുന്നു. ആ ലൈഫിൽ നിന്നൊക്കെ മാറി ഇനി പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പം അഡ്ജസ്റ്റഡ് ആവാൻ നല്ല ടൈം എടുക്കുമായിരിക്കും. എന്നാലും ലൈഫിലൊരു ചേഞ്ചൊക്കെ വേണ്ടേ. എന്നും സെയിം റുട്ടീനിൽ തന്നെ ജീവിച്ചാൽ പിന്നെ ജീവിക്കാൻ എന്താ ഒരു ത്രില്ല്. അപ്പോൾ പിന്നെ ഒരു ചേഞ്ചൊക്കെ ആവാം അല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിച്ച് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ITCനോട് യാത്ര പറഞ്ഞ് എൻ്റെ റൂമിലെത്തി. അങ്ങനെ റൂമിലെത്തിയപ്പം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇവിടെ അടുത്തുള്ള പാർക്കിൽ ഇവനെയും കൊണ്ടുപോയി. അങ്ങനെ അവർ പോയി വരുന്നവരെ ഞാനിതാ ഇങ്ങനെ ടെറസിലിരിക്കുകയായിരുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഫീലൊക്കെ വരുന്നത്. ഇതുവരെ എല്ലാവരെയും ഇടയിലുള്ള ബഹളത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഫീലിങ്സൊന്നും തോന്നിയില്ല. എൻ്റെ ഫേസ് കുറച്ചായിട്ട് ഭയങ്കര ഡള്ളാണ്. പിന്നെ ഈ വാച്ച് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഈ ദിവസം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.